പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഒരു 10 സെന്റ് സ്ഥലവും ഒരു 2400 സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു വീട്, പുതിയൊരു വീട്. ആ വീടിന്റെ വിശേഷമാണ് നമ്മളിന്ന് വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത്. ഫ്രണ്ടിൽ നിങ്ങൾ വാഹനങ്ങൾ പോകുന്ന കാണുന്നുണ്ടാവും, അത് ഹൈവേ ആണ്. ഹൈവേന്റെ സൈഡിലുള്ള വീടാണ്. ഹൈവേയിൽ നേരെ നമ്മുടെ വീട്ടിലേക്കുള്ള റോഡാണ്. ഇതൊക്കെ നല്ല വീതിയിലാണ് റോഡൊക്കെ പണിതിരിക്കുന്നത്. ഫുള്ള് ഇന്റർലോക്ക് ചെയ്ത റോഡ്. എല്ലാ വലിയ സൈസ് വാഹനങ്ങൾക്കും സുഖമായിട്ട് എത്താൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ് റോഡൊക്കെ പണിതിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വീട്. നല്ല ഭംഗിയുള്ള ഒരു വീട്, നല്ല മോഡലായിട്ടുള്ള ഒരു വീട്. ഈ വീടിന്റെ ഏകദേശം ഒരു 80% വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്. മെയിനായിട്ട് ഇതിന്റെ പെയിന്റിങ്ങിന്റെ വർക്കാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീട് സ്ഥലമുള്ളത് വയനാട് ജില്ലയിലാണ്, മീനങ്ങാടി ഭാഗത്താണ്. എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ്. ഹൈവേ ആയതുകൊണ്ട് പിന്നെ വാഹന സൗകര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ അങ്ങാടി അടുത്തുണ്ട്, ആരാധനാലയങ്ങളുണ്ട്, വിദ്യാലയങ്ങളുണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും പരിസരത്ത് തന്നെ ഉണ്ട്. നല്ല റോഡ് ആക്സസ് ഉള്ള സ്ഥലത്താണ് നമ്മുടെ വീടുള്ളത്. നമുക്ക് ഇവിടുന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക്, അതുപോലെ സുൽത്താൻ ബത്തേരി ഭാഗത്തേക്ക്, അതുപോലെ മാനന്തവാടി ഭാഗത്തേക്ക്, പുൽപ്പള്ളി ഭാഗത്തേക്കൊക്കെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു വീടാണ്. ഇതിന്റെ ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്താലാണ് നമുക്ക് ഈ വീടിന്റെ ഭംഗി ശരിക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഇവിടെ നമുക്ക് പെയിന്റിങ് വരാനുണ്ട്, പോളിഷിന്റെ വർക്ക്, അങ്ങനെ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും അതിന്റെ ഭംഗി ഒന്ന് കാണാൻ പറ്റുകയുള്ളൂ, ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. വീടിന്റെ സൈഡ് ഭാഗമൊക്കെയാണ്. ഇവിടെയൊക്കെ നമുക്ക് കുറച്ചുകൂടി ഏരിയ മുകളിലേക്ക് ഉണ്ട്. വെള്ളത്തിന് ബോർവെൽ കണക്ഷൻ ആണുള്ളത്. വെള്ളമൊക്കെ ഇഷ്ടം പോലെയുണ്ട്, നല്ല ശുദ്ധമായ വെള്ളമാണ്. വീടിന്റെ ബാക്ക് സൈഡാണ് നമ്മൾ കാണുന്നത്. ബാക്കിലൊക്കെ ഇതുപോലെ റിട്ടേൺ വളമൊക്കെ അടിച്ചിട്ടുണ്ട്. നേരെ വീടിന്റെ ഉൾവശം ഒന്ന് കാണാം. നമ്മൾ ആ സിറ്റ് ഔട്ട് കഴിഞ്ഞാലുള്ള ലിവിംഗ് ഏരിയ ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഈ വീടിന്റെ എല്ലാ വർക്കുകളും നല്ല കണ്ടീഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ജനലുകള്, ഡോറുകള്, കട്ടിലകള് എല്ലാം ഫുള്ള് മരത്തിലാണ് പണിതിരിക്കുന്നത്. അത് നല്ല കാതലുള്ള കുന്നിമരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലൊക്കെ ഉണ്ടല്ലേ, നല്ല വലിയ സൈസ് മാർബോയിന്റൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ മെറ്റീരിയൽസും, പ്ലംബിംഗ് ആണെങ്കിലും ശരി, വയറിംഗ് ആണെങ്കിലും ശരി, അതുപോലെ കമ്പി, സിമെന്റ്, അതുപോലെ വെട്ടുകല്ല്, എല്ലാം നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളെ കിച്ചന്റെ ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. കിച്ചണിലൊക്കെ ഇനി സ്ലാവിന്റെ വർക്കൊക്കെ ബാക്കിയുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം ഒരു 80% വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വർക്കുകളൊക്കെ ഇങ്ങനെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമാണിത്. ബെഡ്റൂമൊക്കെ നല്ല സൈസ് ബെഡ്റൂമുകളാണ്. ബാത്റൂമൊക്കെ ഉണ്ടല്ലേ, എല്ലാം നല്ല വൃത്തിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറൊക്കെ ഉണ്ടല്ല, നല്ല മോഡലായിട്ടാണ് പണിതിരിക്കുന്നത്. നമ്മളെ വീട്ടില് താഴ്ഭാഗത്ത് 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമായിട്ടാണുള്ളത്. ഇത് വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം. ബെഡ്റൂമിന്റെ ഒക്കെ വലുപ്പം കണ്ടില്ലേ, 4 ബെഡ്റൂമും നല്ല വലിയ ബെഡ്റൂമുകളാണ്. ബാത്റൂമിന്റെ ഒക്കെ വർക്കുകൾ ഉണ്ടല്ലോ, എല്ലാം നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്, സൈഡിൽ വാഷ് ബേസ് ഒക്കെ ഉണ്ട്. നമ്മളെ വീടിന്റെ മുകൾ വശത്താണുള്ളത്. നമ്മൾ ആ സ്റ്റെയർ കയറി വന്നാലുള്ള ഹാളിലാണുള്ളത്. മുകളിൽ ഒരു ബാൽക്കണി ഉണ്ട്, അതുപോലെ വലിയൊരു ഹാളുണ്ട്, 2 ബെഡ്റൂം ഉണ്ട്, 2 ബാത്റൂം ഒക്കെയാണുള്ളത്. അപ്പോൾ ടോട്ടൽ ഇത് 10 സെന്റ് സ്ഥലമാണ്, 2400 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ്. ഇത് വയനാട് ജില്ലയിലാണ്, മീനങ്ങാടി ഭാഗത്താണ്, ഹൈവേ സൈഡിലാണ്. നമ്മളെ വീട് ഹൈവേന്റെ സൈഡിലാണെങ്കിലും ഹൈവേന്റേതായ ഒരു ബുദ്ധിമുട്ടില്ല. ഹൈവേനോട് ചേർന്ന് തൊട്ടടുത്തല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് സമയത്ത് വാഹനങ്ങളുടെ ശബ്ദ കോലാഹലങ്ങളോ അതുപോലെ നല്ല പൊടിപടലങ്ങളോ ഒന്നും നമുക്ക് നേരിടേണ്ടി വരില്ല. ഇത് സെക്കൻഡ് ഫ്ലോട്ടായി കിടക്കുന്നതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മുകളിലുള്ള ബെഡ്റൂമുകളും ബാത്റൂമുകളും ഒക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും ഒരു ടോട്ടൽ ആവശ്യപ്പെടുന്നത് 90 ലക്ഷം രൂപയാണ്. വിലക്ക് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക. ഹൈവേ സൈഡിലൊക്കെ വീട് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആ വീടിന്റെ ബാൽക്കണിയിലാണുള്ളത്. ഈ ബാൽക്കണിയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഹൈവേയിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നത് കാണാം.